വെൽക്കം ടു ആച്ചസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ കറൻറ്റ് സ്കിൻ കെയർ റുട്ടീനെ കുറിച്ചാണ്. സോ ഞാൻ മുമ്പും കുറച്ച് പ്രൊഡക്ട്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാൻ ഫോളോ ചെയ്യണത് ആ റുട്ടീൻ അല്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒരു ടിപ്പാണ് കേട്ടോ. വേറെ ഒന്നല്ല, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആദ്യം തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്. മീൻസ് ഈ മൂന്നും കൂടിയുള്ള സ്കിന്നാണ് എൻ്റെ. സെൻസിറ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും സൂട്ടൊന്നും ആവില്ല. സിമ്പിൾ. ഓക്കെ, ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും സൂട്ടാവില്ല. ഓക്കെ, അതുകൂടാണ്ട് എനിക്ക് എൻ്റെ പ്രൊഡക്ട്സൊക്കെ കുറച്ച് ലൈറ്റായി വേണം, പെട്ടെന്ന് ഒബ്സർവ് ചെയ്യണം. ഓയിലി തീരെ ഫീൽ ചെയ്യാൻ പാടില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ നല്ല ഓയിലി ആവും ഫേസിൽ. ലൈക്ക് ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെ ചപ്പി കഴിഞ്ഞാൽ ആ ടിഷ്യൂ ഫുൾ ഓയിലായിരിക്കും. മീൻസ് അത്ര ഓയിലി ആവും. എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് പറയും, ഓഹ് മുഖത്ത് നല്ല ഓയിലി ആയിട്ടുണ്ട്, ഒന്നും കളയൂ എന്ന് പറയും. കാരണം അത്ര ഓയിലായും ഗൈസ്. എനിക്ക് തന്നെ ഫീൽ ചെയ്യും. ഞാൻ ഇങ്ങനെ സ്പെക്സ് വെക്കുന്ന ആളാണ്. അപ്പോൾ സ്പെക്സ് ഒക്കെ ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കുന്ന സ്പെക്സ് ഇങ്ങനെ ഒഴുകി ഇവിടെ വരെത്തും, ഈ തുമ്പത്ത് വരെത്തും. കാരണം ആ ഓയിലിനെസ് കാരണം. അപ്പോൾ ഓയിലി സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നും ഇങ്ങനത്തെ ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്ത് പ്രൊഡക്ട്സ് തേച്ചാലും നമുക്കത് സൂട്ട് ആവില്ല കേട്ടോ. വേറെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, സൂട്ട് ആവില്ല. നമുക്ക് പിമ്പിൾസ് ഉറപ്പായിട്ടും വരും. ഉറപ്പായിട്ടും ആ പിമ്പിൾസ് പോയി കഴിഞ്ഞാൽ പാടുണ്ടാവും. പിന്നെ പാട് പോകാൻ കുറേ സമയമെടുക്കും. ആ ഒരു കണ്ടീഷനാണ് എൻ്റെ ഇപ്പോൾ. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ദിസ് സൈഡ് ഇത് ഇവിടെ ഒരു പാട് കാണുന്നുണ്ട്, ഒരു ബ്ലാക്ക്. നിസ്കരിച്ച് കഴിഞ്ഞ് ഇവിടെ വരില്ലേ, അതുപോലെ ഇവിടെ എനിക്ക് വന്നിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, വിൻ്റർ സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ട് എൻ്റെ സ്കിൻ ഇവിടെ ഫ്ലേക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ഫ്ലേക്കിനെസ് വന്നിട്ട് വന്ന പാടാണത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സ്കിന്നാണ് കേട്ടോ എൻ്റെ. അപ്പോൾ നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് ജസ്റ്റ് പറയാനുള്ളത്, നിങ്ങളുടെ സ്കിന്നിനെ ആദ്യം മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഞാൻ അങ്ങനെ കുറേ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസിൻ്റെ ഈ അവസ്ഥ ഗൈസ്. ഓക്കെ, പക്ഷേ ഈ അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് മാറാം. അത് കൂടാണ്ട് എനിക്ക് സ്ട്രെസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാം, അത് പ്രൊഡക്ട്സിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. സ്ട്രെസ്സ് നന്നായിട്ടുണ്ട്. അത് ഒരു റീസണാണ്. സ്ട്രെസ്സ് കാരണം നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര മോശമാവും. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ ഇനി വലിച്ചു നീട്ടുന്നില്ല, ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞു തരാം. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഗൈസ് പ്ലീസ് വേറെ ഒരു പ്രൊഡക്ട്സും യൂസ് ചെയ്യരുത്. ജസ്റ്റ് ഒരു അലോവേര ജെല്ലും നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. ജെൻറ്റിലായിട്ട് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് കൊണ്ട് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. അതും നിങ്ങൾക്ക് ഫേസ് വാഷും അത്ര പറ്റുന്നില്ലെങ്കിൽ കടലമാവില്ലേ, അത് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് വെള്ളത്തിലാക്കിയിട്ട് ചാലിച്ചിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്താൽ മതി. പാക്കായിട്ട് ഇടണമെന്ന് ഞാൻ പറയുന്നില്ല. ഫേസ് അതുകൊണ്ട് മോർണിംഗ് മാത്രം അതുകൊണ്ട് വാഷ് ചെയ്യുക. നൈറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തു. കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഭയങ്കര ഡേർട്ട് ഇതൊക്കെ നമ്മൾ ഫേസിലൊക്കെ വന്നിട്ട് പൊല്യൂഷനൊക്കെ കാരണം കുറച്ച് നന്നായിട്ടൊന്ന് ഫേസ് നല്ലൊരു സാലിസിലിക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടൊന്ന് കളയണം. അല്ലെങ്കിൽ മോർണിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ളതൊക്കെ മതി കേട്ടോ. അത് യൂസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു നല്ലൊരു അലോവേര ജെല്ല് മേടിക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഏത് ബ്രാൻഡ് ആണെങ്കിലും. ഇത് നിങ്ങൾ ബ്രാൻഡ് നോക്കണ്ട, ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ അലോവേര ജെല്ല് മേടിക്കുക. ബിക്കോസ് ഇൻ അലോവേര ജെൽ ദർ ഈസ് വിറ്റമിൻ ഇ, കുറേ ബെനിഫിറ്റ്സ്. ഈ വിറ്റമിൻ ഇ തന്നെ നമ്മുടെ ഫേസിന് ഭയങ്കര സ്കിന്നിന് ഏറ്റവും നല്ലൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ കുറേ ബെനിഫിറ്റ്സ് ഉള്ളതാണ് അലോവേര ജെൽ. നമ്മുടെ സ്പോട്ട്സ് കുറയ്ക്കാനും അതുകൂടാണ്ട് ഫേംനെസ്, സ്കിന്ന് നല്ല ഫേം ആക്കാനും ടാനിങ്ങിനൊക്കെ കുറയ്ക്കാനും ഒക്കെ ഉള്ളതാണ് അലോവേര ജെൽ. മെനി കോസ്മെറ്റിക്സ് ഇൻക്ലൂഡ് അലോവേര ജെൽ. അപ്പോൾ ഒന്ന് ആലോചിക്കണം നിങ്ങൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. പിന്നെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ചെടിയിൽ നിന്നുള്ള അലോവേര ജെൽ എടുത്ത് തേക്കരുത് കേട്ടോ. കാരണം അതിലെന്തൊക്കെയോ ഉണ്ട്, നമുക്കത് സൂട്ടാവില്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ്, പ്ലമ്മിൻ്റെ അലോവേര ജെൽ നല്ലതാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അത് നല്ലതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും നേച്ചേഴ്സ് അങ്ങനെ ഏതെങ്കിലും ഹെർബൽ ആയിട്ടുള്ളൊരു അലോവേര ജെൽ മേടിക്കുക, അത് യൂസ് ചെയ്യുക. എന്നിട്ടൊരു സൺസ്ക്രീൻ ചെയ്യുക. നിങ്ങൾ ഡേ ടൈം പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല സൺസ്ക്രീൻ മേടിക്കുക. അതും ഓയിലി ഫ്രീ ആയിരിക്കണം. സെൻസിറ്റീവ് സ്കിന്നിൽ സൂട്ട് ആവുന്ന ടൈപ്പ് സൺസ്ക്രീൻ തന്നെ മേടിക്കുക. അത് ഞാൻ യൂസ് ചെയ്യണത് ഡോട്ട് ആൻഡ് കീയുടെ ഈ സൺസ്ക്രീനാണ്. ഇതും എനിക്കിഷ്ടമാണ്. അതുകൂടാണ്ട് നമ്മുടെ ആക്വാലോജിക്കയുടെ ഒരു യെല്ലോ കവറിങ് ഉള്ള ഒരു പപ്പായ ഒക്കെ ഉള്ള ഒരു വിറ്റമിൻ സി ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീൻ ഉണ്ട്. അത് തന്നെയാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ഒരു സൺസ്ക്രീൻ അതും അടിപൊളിയാണ്. ഓയിലി സ്കിൻകാർക്കൊക്കെ നല്ലൊരു സൺസ്ക്രീനാണ്. പിന്നെ ഇപ്പോൾ വിഷ് കെയറിൻ്റെ ഏതോ ഒരു സൺസ്ക്രീനും പറയേണ്ടത് അത് നല്ലതാണെന്ന്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഈ രണ്ട് സാധനം വെരി സെൻസിറ്റീവ്, എക്സ്ട്രീം സെൻസിറ്റീവ് സ്കിൻകാരാണെങ്കിൽ ഇത് രണ്ട് മാത്രം യൂസ് ചെയ്താൽ മതി, വേറെ ഒന്നും യൂസ് ചെയ്യല്ലേ. പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു നിയാസിനമൈഡിൻ്റെ ഒരു സിറം 5% ഉള്ള മാത്രം, 10% അല്ല 5% നിയാസിനമൈഡ് സിറം മാത്രം യൂസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അത് ഭയങ്കര എക്സ്ട്രീം സെൻസിറ്റീവ് ഉള്ള സ്കിന്നുകാർക്ക്. ഓക്കെ, നൗ വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ, ഞാനത് നിങ്ങളോട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ടോണർ യൂസ് ചെയ്യും. ഫേസ് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഞാനൊരു ടോണർ യൂസ് ചെയ്യും. ആ ടോണർ എന്ന് പറഞ്ഞാൽ ഈ സിമ്പിളായിട്ടുള്ളൊരു ടോണറാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൽ. വാട്ടർ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, അങ്ങനെ അതൊക്കെ ഉള്ള ഒരു സിമ്പിൾ ടോണറാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്.
ചിലപ്പോൾ എക്സ്ട്രീം ഡ്രൈ വെതറാണ്, എനിക്ക് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ ഐ ആം ഫ്രമിൻ്റെ, ഇതൊരു കൊറിയൻ സ്കിൻ കെയർ ബ്രാൻഡിൻ്റെ ഐ ആം ഫ്രമിൻ്റെ റൈസ് ടോണറാണ്. ഇത് ഭയങ്കര എനിക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, മീൻസ് ഈ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഞാൻ മോസ്റ്റ്ലി ഇതാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ യൂസേജ് കണ്ടിട്ട് മനസ്സിലാവും. മോസ്റ്റ്ലി ഞാൻ ഇതാണ് യൂസ് ചെയ്യുക. പക്ഷേ ഭയങ്കര ഡ്രൈനെസ് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യും. അതിൻ്റെ ഒരു യൂസേജാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇത് റൈസ് വാട്ടർ എക്സ്ട്രാക്ട്സ് ഉണ്ട്. ഇതിൽ ഇൻഗ്രീഡിയൻസ് ചെയ്തിട്ടില്ല ഗൈസ്, ഇൻഗ്രീഡിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. റൈസ് വാട്ടർ ഉണ്ട്, റൈസ് വാട്ടറിൻ്റെ സംതിങ് ഉണ്ട്, അതുകൂടാണ് നിയാസിനമൈഡ് ഉണ്ട് എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ. എനിക്ക് കാര്യമായിട്ട് ഇത് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതായിരിക്കും ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ടോണർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യണതാണ് ഒരു സിറം. അത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണത് ഈ സ്പോട്ട്സ് ഉള്ള കാരണം യൂസ് ചെയ്യണത് ഗ്ലോ ഡീപ്പ് സിറം ഫ്രം ബ്യൂട്ടി ഓഫ് ജോസൻ ബ്രാൻഡിൻ്റെ റൈസ് പ്ലസ് അൽഫാർബിറ്റിൻ ഒരു സിറമാണ്. അൽഫാർബിറ്റിൻ യു നോ റൈറ്റ്, നമ്മുടെ സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറമാണ് അൽഫാർബിറ്റിൻ. അത് ഞാൻ വൺ ഡേ ഇഫ് ഐ എം യൂസിങ് മൺഡേ ഞാൻ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ട്യൂസ്ഡേ ഞാൻ അൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യുക. ട്യൂസ്ഡേ ഞാൻ യൂസ് ചെയ്യണത് ഈ ആക്സിസ് വൈ ബ്രാൻഡിൻ്റെ, ഇതാണ് ബ്രാൻഡ് നെയിം കേട്ടോ, ആക്സിസ് വൈ ബ്രാൻഡിൻ്റെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ സിറം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുക. ഇതിൽ 5% നിയാസിനമൈഡ് ഉണ്ട്, പ്ലസ് സ്ക്വാലിൻ ഉണ്ട്, പ്ലാന്റ് ഡിറൈവ്ഡ് സ്ക്വാലിൻ ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് 4 ഡ്രോപ്പായിട്ട് ഇവിടെ ഫേസിൽ അപ്ലൈ ചെയ്യും. അതൊക്കെ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗ്ലോയിനെസ് ആണ് നിങ്ങൾ കാണുന്നത്. ഞാൻ മേക്കപ്പ് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക്ക് തേച്ചിട്ടുണ്ട്, ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ദാറ്റ്സ് ബെയർ സ്കിൻ. വേറെ ഒരു മേക്കപ്പ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണമെന്നുണ്ടായിരുന്നു എൻ്റെ ശരിക്കും സ്കിൻ എങ്ങനെയാണ്. നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഇങ്ങനെ മറച്ച് നിൽക്കുമ്പോൾ നല്ല ഗ്ലാമറായിട്ട് നിൽക്കും, ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ദ കേസ്. എനിക്ക് നന്നായിട്ട് ആക്നി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആക്നീസ് ഇല്ല, ബട്ട് ഐ ഡു ഹാവ് ദ സ്പോട്ട്സ് റിമൈനിങ്. ഇത് കളയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അഗെയിൻ ദിസ് ഇസ് എ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ആണ്, ഇതും ഒരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൽ നിയാസിനമൈഡ് കാരണം നമ്മുടെ സ്കിന്നിനും ഇത് ഹെൽത്തി ആയിട്ട് വെക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് ന്യൂട്രോജനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് മോയ്സ്ചറൈസർ, വിച്ച് ഗിവ്സ് 72 hours ഓഫ് മോയ്സ്ചറൈസേഷൻ ടു ദ സ്കിൻ. എനിക്ക് 72 hours ഒന്നും വേണ്ടെങ്കിലും ഇത് പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ മോയ്സ്ചറൈസർ. ഞാൻ കാരണം രാത്രി അപ്ലൈ ചെയ്യുമ്പോൾ മോർണിംഗ് എണീറ്റിട്ട് മുഖം ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ആ മോയ്സ്ചർ ഫേസിൽ. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഡസൻറ്റ് മേക്ക് യുവർ സ്കിൻ ഓയിലി. ഒരിക്കലും നിങ്ങളുടെ സ്കിൻ ഓയിലി ആക്കില്ല, ദാറ്റ് ഐ ഗ്യാരണ്ടി. ബിക്കോസ് ഞാൻ മുമ്പ് യൂസ് ചെയ്യാറുള്ളത് സിറാവേരെ ലോഷൻ ആയിരുന്നു കേട്ടോ. ഇതും ഓയിലി സ്കിൻ പീപ്പിൾക്കാർക്കുള്ളതാണ്. ബട്ട് എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മീൻസ് രാത്രി യൂസ് ചെയ്ത് കിടന്നിട്ട് പിറ്റേ ദിവസം എണീക്കുമ്പോൾ നല്ല രീതിയിൽ എൻ്റെ ഫേസ് ഓയിലി ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അതെനിക്ക് സൂട്ട് ആവണില്ല. അത് കാരണമായിരിക്കാം ചിലപ്പോൾ. കാരണം നമ്മൾ ഓയിലി ആയിട്ട് രാത്രിക്കൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഫേസൊക്കെ അപ്പോൾ ക്ലോഗ് ആയില്ല നന്നായിട്ട്. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പിമ്പിൾസൊക്കെ വന്ന് പിന്നെയും പ്രശ്നമാണ്, പിന്നെയും ഈ സ്പോട്ട്സ് വഗേര ആൻഡ് എക്സെട്ര ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. ഇപ്പോൾ മോർണിംഗ് ടൈം ആണെങ്കിൽ ഞാനൊരു സൺസ്ക്രീൻ കൂടി തേച്ച് പിന്നെ അതിന് മുകളിൽ കൂടെ ആയിരിക്കും മേക്കപ്പ് ഒക്കെ ചെയ്യുക. മേക്കപ്പ് ചൂസ് ചെയ്യുമ്പോൾ ലൈക്ക് ഇഫ് യു ആർ അപ്ലൈങ് ഫൗണ്ടേഷൻ, ഗോ ഫോർ ഫൗണ്ടേഷൻ വിച്ച് ഡസൻ ക്ലോക്ക് യുവർ പോഴ്സ്, ഇറ്റ്സ് നോട്ട് ഓയിലി, സെൻസിറ്റീവ് സ്കിൻ പീപ്പിൾക്കുള്ളതാണോ എന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. കാരണം യെസ്, ഇൻ ഫൗണ്ടേഷൻ ഓൾസോ ഞാൻ മേബിലിൻ്റെ 3 ഫൗണ്ടേഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഒരെണ്ണം സിറം ഫൗണ്ടേഷൻ ലൈക്ക് ടിൻറ്റഡ് ഫൗണ്ടേഷൻ, വൺ ഈസ് ബ്ലൂമി മാറ്റ് ഫൗണ്ടേഷൻ ആൻഡ് അനദർ വൺ ഈസ് സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ ഉണ്ട്. അതിലെനിക്ക് സിറം ഫൗണ്ടേഷൻ മേടിച്ചാൽ എനിക്കത് സൂട്ടേ ആയിട്ടില്ല. കാരണം അത് എപ്പോൾ അപ്ലൈ ചെയ്താലും അപ്പോൾ ടൈനി ബംസ് ഇങ്ങനെ ഫേസിൽ വരും. അപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ആര് പറഞ്ഞാലും അത് എടുത്ത് ചാടി പോകരുത്. നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് സെൻസിറ്റീവ് സ്കിൻകാർ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥയോ കണ്ടില്ലേ എൻ്റെ കയ്യിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ സൂട്ടിങ് മീ. കാരണം അത് 2 വട്ടമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല രീതിയിലൊക്കെ പിമ്പിൾസ് വന്നു. ബട്ട് സ്റ്റിൽ ഐ എം ട്രൈയിങ് ഇറ്റ് ബിക്കോസ് ചില പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കുറച്ച് ടൈം കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യണത്. ബട്ട് ദാറ്റ്സ് നോട്ട് ഗുഡ് യു നോ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മേക്ക് എ ചേഞ്ച്. ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഒരു 3 months 4 months. അപ്പോൾ നല്ല രീതിയിലൊരു ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ എനിക്കിത് 1 week ആയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു റൂട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട്. ഡെഫിനറ്റ്ലി എൻ്റെ പിമ്പിൾസ് ഒക്കെ കുറഞ്ഞു. ആൻഡ് യു നോ എനിക്ക് എൻ്റെ സ്കിൻ ഇപ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ട്. ലൈക്ക് തൊടുമ്പോൾ അല്ലെങ്കിൽ മുമ്പ് ഭയങ്കര ബമ്പി ഒക്കെ ആയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കോമോഡൻസ് എന്നൊക്കെ പറയില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ തീരെയില്ല. അപ്പോൾ നല്ല ഗുഡ് റിസൾട്ടാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബൈ ദിസ് തിങ്. സോ ഡെഫിനറ്റ്ലി ഐ റെക്കമെൻഡ് ദിസ് ടു യു ഗൈസ് ആസ് വെൽ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തേക്ക് വീഡിയോ. അടുത്ത വീഡിയോ വരെ വിളിക്കും. ബൈ.